വിഭാഗം 1ാം വർഷ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രസാദ് കുമാർ, കൊല്ലം ജില്ലയിലെ മാതാ VHSS വിളക്കുപാറ സ്കൂളിലെ EDS അധ്യാപകനാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റിയുടെ ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ എന്നീ ടോപ്പിക്കുകളാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി ഇല്ലാത്ത ഒരു ജീവിതത്തെ പറ്റി നമുക്ക് ചിന്തിക്കാൻ കൂടി സാധ്യമല്ല. എന്താണ് ഇലക്ട്രിസിറ്റി? ഇലക്ട്രിസിറ്റി എന്താണെന്ന് അറിയുന്നതിന് മുൻപ് ആറ്റത്തിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതാണ്. നമുക്ക് ചുറ്റുമുള്ള ഓരോ വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്നത് കോടാനുകോടി ആറ്റങ്ങൾ ചേർന്നാണ്. ഒരു ആറ്റത്തിന്റെ സെൻട്രൽ പോർഷനെ ന്യൂക്ലിയസ് എന്ന് പറയുന്നു. ന്യൂക്ലിയസിനുള്ളിൽ പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നീ രണ്ട് ഘടകങ്ങൾ ഉണ്ട്. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജും ന്യൂട്രോണിന് ചാർജ് ഇല്ലാത്ത അവസ്ഥയുമാണ്. ഇവയുടെ എണ്ണം ഒരുപോലെ ആയിരിക്കും. ന്യൂക്ലിയസിന് വെളിയിലായി ഒന്നിലധികം ഷെല്ലുകൾ ഓരോ ആറ്റത്തിനും ഉണ്ടായിരിക്കും. ഈ ഷെല്ലുകളിൽ കൂടി ഇലക്ട്രോൺസ് സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജാണ് ഉള്ളത്. ഇലക്ട്രോൺസിന്റെ ഒഴുക്കിനെയാണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കറന്റ് ഈസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വളരെ എളുപ്പം ചാലകങ്ങൾ വഴി കൊണ്ടുപോകാൻ ഇലക്ട്രിസിറ്റിക്ക് കഴിയും. അതിനാലാണ് ലോകത്ത് ഇത്രയധികം പ്രാധാന്യം ഇലക്ട്രിസിറ്റിക്ക് ലഭിച്ചത്. വൈദ്യുതോൽപാദനത്തിനായി ഉപയോഗിക്കുന്ന നിരവധി ഉറവിടങ്ങൾ നമുക്കറിയാം. ആകെയുള്ള വൈദ്യുതോൽപാദനത്തിന്റെ 53.3% കൽക്കരി പ്ലാന്റുകളിലൂടെയും 24.7% ഉൽപാദനം ജലവൈദ്യുത പദ്ധതികൾ വഴിയാണ്. പിന്നീടുള്ള 10% ഉൽപാദനം വാതക പ്ലാന്റുകൾ വഴിയും 7.7% പുനർനിർമ്മിക്കാവുന്ന സ്രോതസ്സുകൾ വഴിയുമാണ്. ന്യൂക്ലിയർ പ്ലാന്റുകൾ വഴി 2.9% എണ്ണയിൽ നിന്ന് 0.9% വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. വൈദ്യുതി ഉൽപാദനത്തെ അവയുടെ ഊർജത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ തരംതിരിക്കാം? ഇന്ന് നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഒട്ടനവധി സോഴ്സിൽ നിന്നുമാണ്. സൂര്യപ്രകാശത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു, കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു, തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു, എന്തിന് വേസ്റ്റിൽ നിന്നുപോലും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. എനർജിയുടെ ഒരു സോഴ്സ് ഒരുപാടായതുകൊണ്ട് ഇതിനെ രണ്ടായി തരംതിരിക്കാം. നോൺ റിന്യൂവബിൾ എനർജി എന്നും റിന്യൂവബിൾ എനർജി എന്നും. നോൺ റിന്യൂവബിൾ എനർജി പ്രകൃതിയിൽ നിന്ന് ഉത്ഭവിക്കുന്നതും എന്നാൽ ഉപയോഗിക്കും തോറും ലഭ്യത കുറഞ്ഞു വരുന്നതുമായ ഊർജമാണ് നോൺ റിന്യൂവബിൾ എനർജി. അതിന് എക്സാമ്പിളാണ് ഫോസിൽ ഫ്യൂവൽസ്, ന്യൂക്ലിയർ ഫ്യൂവൽസ് എക്സെട്ര. അടുത്തത് റിന്യൂവബിൾ എനർജി. പ്രകൃതിയിൽ നിന്ന് ഉത്ഭവിക്കുന്നതും വീണ്ടും വീണ്ടും ഉൽപ്പാദിപ്പിക്കാവുന്നതും അന്തരീക്ഷ മലിനീകരണം കുറവുള്ളതുമായ ഊർജങ്ങളാണ് റിന്യൂവബിൾ എനർജി. അതിന് എക്സാമ്പിളാണ് ഹൈഡ്രോ പവർ, സോളാർ എനർജി, വിൻഡ് പവർ, ടൈഡൽ എനർജി മുതലായവ. ആദ്യം നമുക്ക് നോൺ റിന്യൂവബിൾ സോഴ്സിലുള്ള ഫോസിൽ ഫ്യൂവൽസിനെ പറ്റി ഒന്ന് പറയാം. എങ്ങനെയാണ് ഒരു തെർമൽ പവർ സ്റ്റേഷൻ വർക്ക് ചെയ്യുന്നത്? കോൾ, പെട്രോളിയം, ഗ്യാസ് എന്നിവ ഒരു ബോയിലർ ഉപയോഗിച്ച് ചൂടാക്കുമ്പോൾ ഹൈ പ്രഷറിലുള്ള നീരാവി ഉണ്ടാകുന്നു. ഈ നീരാവി ടർബൈനിൽ പതിച്ച് ജനറേറ്റർ റൊട്ടേറ്റ് ചെയ്താണ് കറണ്ട് ഉണ്ടാകുന്നത്. അടുത്തത് ഹൈഡ്രോ പവർ അല്ലെങ്കിൽ ജലവൈദ്യുതി. ഹൈ പ്രഷറിൽ വരുന്ന വെള്ളം ടർബൈനിൽ പതിച്ച് ജനറേറ്റർ റൊട്ടേറ്റ് ചെയ്താണ് ഹൈഡ്രോ പവർ പ്രോജക്ട്സിൽ കറണ്ട് ഉണ്ടാകുന്നത്.
അടുത്തത് വിൻഡ് പവർ. ഒരു കാറ്റാടി യന്ത്രത്തിന്റെ പ്രൊപ്പല്ലറിൽ കാറ്റടിക്കുന്നത് മൂലം അത് കറങ്ങുകയും തുടർന്ന് ടർബൈൻ റൊട്ടേറ്റ് ചെയ്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. അടുത്തത് സോളാർ എനർജി. സൂര്യപ്രകാശം PV മൊഡ്യൂളിൽ പതിക്കുമ്പോൾ വൈദ്യുതി ഉണ്ടാകുന്നു. ഇനി ട്രാൻസ്മിഷൻ ഓഫ് ഇലക്ട്രിക് പവർ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ സിസ്റ്റം എന്താണ്? ജനറേറ്റിംഗ് പവർ പ്ലാന്റിൽ നിന്നും ഇലക്ട്രിക് സബ്സ്റ്റേഷനിലേക്ക് മൊത്തത്തിൽ എനർജിയെ ട്രാൻസ്ഫർ ചെയ്യുന്ന സിസ്റ്റമാണ് ട്രാൻസ്മിഷൻ സിസ്റ്റം. ട്രാൻസ്മിഷൻ സിസ്റ്റം 2 ടൈപ്പ് ഉണ്ട്: പ്രൈമറി ട്രാൻസ്മിഷൻ ലൈൻ ആൻഡ് സെക്കൻഡറി ട്രാൻസ്മിഷൻ ലൈൻ. പ്രൈമറി ട്രാൻസ്മിഷൻ ലൈൻ ഇതിലൂടെ 220-765 kV വോൾട്ടേജിലുള്ള വൈദ്യുതി പ്രവഹിക്കുന്നു. ജനറേറ്റർ സ്റ്റേഷനുകളിൽ നിന്നും വരുന്ന 11 kV വൈദ്യുതി സ്റ്റെപ്പ് അപ്പ് ചെയ്ത് 220 kV ആക്കി മാറ്റുന്നു. അടുത്ത സെക്കൻഡറി ട്രാൻസ്മിഷൻ ലൈൻ 33 kV വൈദ്യുതി ഇതിലൂടെ പ്രവഹിക്കുന്നു. ഇവിടെ 220 kV വൈദ്യുതിയെ സെക്കൻഡറി ട്രാൻസ്മിഷൻ സബ്സ്റ്റേഷനുകൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് 33 kV ആക്കി മാറ്റുന്നു. അടുത്ത ഒരു ഇലക്ട്രിക്കൽ പവർ സിസ്റ്റത്തിന്റെ ഫിഗറാണ് കാണുന്നത്. ആദ്യം പവർ പ്ലാന്റ്, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, ടവർ, ട്രാൻസ്മിഷൻ സബ്സ്റ്റേഷൻ, ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷൻ, ട്രാൻസ്ഫോമർ വഴി നമ്മുടെ വീടുകളിലേക്ക് എത്തുന്നു. ഇനി നമുക്ക് ട്രാൻസ്മിഷൻ വോൾട്ടേജ് ലെവൽസിനെ പറ്റി പറയാം. ജനറേറ്റിംഗ് സ്റ്റേഷൻസ് 6.6 kV, 11 kV, 13 kV വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. പ്രധാനമായും വോൾട്ടേജ് ട്രാൻസ്മിഷനെ 2ആയി നമുക്ക് തരംതിരിക്കാം: പ്രൈമറി ട്രാൻസ്മിഷൻ എന്നും സെക്കൻഡറി ട്രാൻസ്മിഷൻ എന്നും. പ്രൈമറി ട്രാൻസ്മിഷനിൽ 110 kV, 220 kV, 400 kV വൈദ്യുതികളാണ് ഉള്ളത്. 66 kV അല്ലെങ്കിൽ 33 kV എന്നിവ സെക്കൻഡറി ട്രാൻസ്മിഷൻ വോൾട്ടേജുകൾ ആണ്. ഡിസ്ട്രിബ്യൂഷൻ വോൾട്ടേജസിനെയും നമുക്ക് 2ആയി തരംതിരിക്കാം: പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്നും സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്നും. 33 kV, 22 kV, 11 kV എന്നിവ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ വോൾട്ടേജുകളാണ്. സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ വോൾട്ടേജ് 3 ഫേസ് കണക്ഷനിൽ 400 വോൾട്ടും സിംഗിൾ ഫേസ് കണക്ഷനിൽ 230 വോൾട്ടും ആണ്. ഇനി സബ്സ്റ്റേഷൻ എന്നാൽ എന്ത്? വൈദ്യുതി ഉൽപാദനം, വിക്ഷേപണം, വിതരണ പദ്ധതിയുടെ ഒരു ഭാഗമാണ് സബ്സ്റ്റേഷൻ. വൈദ്യുതി ഉൽപാദന നിലയങ്ങളിൽ നിന്നും ഉപഭോക്താക്കളിലേക്ക് എത്തുന്നതിനിടയിൽ പല സബ്സ്റ്റേഷനുകളിലൂടെ വ്യത്യസ്ത വോൾട്ടേജിൽ വൈദ്യുതി പ്രവഹിക്കുന്നു. ഫങ്ഷൻസ് ഓഫ് എ സബ്സ്റ്റേഷൻസ്. സബ്സ്റ്റേഷന്റെ പ്രധാന ഉദ്ദേശം ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലെ ഹൈ വോൾട്ടേജ് ഇലക്ട്രിസിറ്റിയെ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് ലോ വോൾട്ടേജ് ഇലക്ട്രിസിറ്റി ആക്കി മാറ്റുന്നു. അങ്ങനെ ചെയ്യുന്നത് വഴി വീടുകളിലേക്കും വ്യവസായശാലകളിലേക്കും വിതരണ ലൈനുകളിൽ കൂടി വൈദ്യുതി അനായാസം വിതരണം ചെയ്യാൻ സാധിക്കുന്നു. വൈദ്യുതി ഉപഭോക്താക്കളിലേക്ക് തുടർച്ചയായി എത്തിച്ചു കൊടുക്കുവാൻ സാധിക്കുന്നു. നിശ്ചിത വോൾട്ടേജ് പരിധിയിലുള്ള വൈദ്യുതി വിതരണം ചെയ്യാൻ കഴിയും. വൈദ്യുതി മുടക്കം കുറയ്ക്കാൻ സാധിക്കുന്നു.
വൈദ്യുതി ശൃംഖലയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കും. വൈദ്യുതി ഉപഭോക്താക്കളിലേക്ക് കുറഞ്ഞ ചെലവിൽ വൈദ്യുതി എത്തിക്കുവാൻ കഴിയുന്നു. അടുത്ത എലമെന്റ്സ് ഓഫ് സബ്സ്റ്റേഷൻ. നമുക്ക് സബ്സ്റ്റേഷൻ എലമെന്റ്സ് മെയിനായി 2 സെക്ഷനാണ് ഉള്ളത്. ഒന്ന് പ്രൈമറി പവർ ലൈൻ സൈഡും സെക്കൻഡറി പവർ ലൈൻ സൈഡും. അന്നേരം നമുക്ക് അതിലുള്ളതെന്ന് പറഞ്ഞാൽ പ്രൈമറി പവർ ലൈൻസ്, ഗ്രൗണ്ട് വയർ, ഓവർഹെഡ് ലൈൻ, ട്രാൻസ്ഫോമർ ഫോർ മെഷറിംഗ് ഇലക്ട്രിക് വോൾട്ടേജ്, ഡിസ്കണക്ട് സ്വിച്ച്, ഒരു സർക്യൂട്ട് ബ്രേക്കർ, കറണ്ട് ട്രാൻസ്ഫോമർ, ലൈറ്റിംഗ് അറസ്റ്റർ, മെയിൻ ട്രാൻസ്ഫോമർ, കൺട്രോൾ ബിൽഡിംഗ്, സെക്യൂരിറ്റി ഫെൻസ്, സെക്കൻഡറി പവർ ലൈൻസ്. ഇത്രയും ചേരുന്നതാണ് ഒരു സബ്സ്റ്റേഷനുള്ള ഘടകങ്ങൾ. ഈ ചിത്രത്തിൽ കാണുന്നത് ജനറേറ്റർ സ്റ്റേഷനിൽ നിന്നും കൺസ്യൂമർ വരെ എങ്ങനെയാണ് വൈദ്യുതി എത്തുന്നത് എന്നതിനെ പറ്റിയാണ്. ആദ്യമായി ജനറേറ്റർ സ്റ്റേഷനിൽ നിന്നുമുള്ള 11 kV വൈദ്യുതിയെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ 220 kV ആക്കി മാറ്റുന്നു. ഇങ്ങനെ വരുന്ന 220 kV ഹൈ വോൾട്ടേജ് വൈദ്യുതിയെ റിസീവിംഗ് സ്റ്റേഷനെയുള്ള സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ 33 kV ആക്കി മാറ്റുന്നു. ഈ പ്രക്രിയയെ പ്രൈമറി ട്രാൻസ്മിഷൻ എന്ന് പറയുന്നു. റിസീവിംഗ് സ്റ്റേഷനിൽ നിന്നും 33 kV വൈദ്യുതിയെ ഫീഡർ വഴി സബ്സ്റ്റേഷനിലുള്ള സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ 6.6 kV ആക്കി മാറ്റുന്നു. ഇതിനെ സെക്കൻഡറി ട്രാൻസ്മിഷൻ എന്ന് പറയുന്നു. ഇങ്ങനെ വരുന്ന 6.6 kV വൈദ്യുതിയാണ് നേരിട്ട് വലിയ ഫാക്ടറികളിലേക്കും ഇൻഡസ്ട്രിയിലേക്കും കൊടുക്കുന്നത്. സബ്സ്റ്റേഷനിൽ നിന്നുമുള്ള 6.6 kV വീണ്ടും ഫീഡർ വഴി ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷനിൽ എത്തുകയും അതിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് 230 വോൾട്ടാക്കി നമ്മുടെ വീടുകളിൽ എത്തിക്കുന്നു. അടുത്തത് ഫങ്ഷൻസ് ഓഫ് പവർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസ്. വൈദ്യുതോർജ വിതരണം എന്നാൽ വൈദ്യുതോൽപാദനത്തിന്റെ അവസാന ഘട്ടമാണ്. അതായത് വ്യക്തിഗത ഉപഭോക്താക്കളിലേക്ക് വൈദ്യുതി വിതരണം നടത്തുന്നു. നിരവധി വൈദ്യുതി വിതരണ കമ്പനികൾ അടങ്ങിയതാണ് വൈദ്യുതി വിതരണ മേഖല. വൈദ്യുതി വിതരണ കമ്പനികൾ ഉപഭോക്താക്കളിൽ നിന്നും വൈദ്യുത ഉപഭോഗത്തിനനുസരിച്ച് തുക ഈടാക്കി വിതരണ ഉൽപാദന മേഖലയുടെ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു. ഇന്ത്യയിലുള്ള കുറച്ച് വൈദ്യുത വിതരണ കമ്പനികളുടെ പേര് താഴെ പറയുന്നു. ഫസ്റ്റ് KSEB, NTPC, നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ, പവർ ഗ്രിഡ് കോർപ്പറേഷൻ, തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡ്, ടാറ്റ പവർ, കർണാടക പവർ കോർപ്പറേഷൻ ലിമിറ്റഡ്. ഇങ്ങനെ ഒട്ടനവധി കമ്പനികൾ നമ്മുടെ ഇന്ത്യയിൽ പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് ഇലക്ട്രിസിറ്റി ആക്ട് 2003. ഇലക്ട്രിസിറ്റി ആക്ട് 2003 മുൻപ് നമുക്ക് 3 ഇലക്ട്രിസിറ്റി ആക്ടുകൾ ഉണ്ടായിരുന്നു. ഇന്ത്യൻ ഇലക്ട്രിസിറ്റി ആക്ട് 1910, ഇലക്ട്രിസിറ്റി സപ്ലൈ ആക്ട് 1948, ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ആക്ട് 1998. ആദ്യം നമുക്ക് ഇന്ത്യൻ ഇലക്ട്രിസിറ്റി ആക്ട് 1910 എന്താണെന്ന് നോക്കാം. ഇന്ത്യയിലുള്ള ഇലക്ട്രിക് സപ്ലൈ ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെന്റിന് വേണ്ടി ബേസിക് ഫ്രെയിംവർക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് 1910 ഇലക്ട്രിസിറ്റി ആക്ടിൽ ചെയ്തത്. ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യാൻ വേണ്ടി
കണ്ടക്ടർ കേബിൾസ് വലിക്കുന്നതിന് വേണ്ടി ഫ്രെയിംവർക്ക് ഈ 1910 ഇലക്ട്രിസിറ്റി ആക്ടിൽ ചെയ്തു. രണ്ടാമത്തെ ആക്ടാണ് 1948 ഇലക്ട്രിസിറ്റി സപ്ലൈ ആക്ട്. ഇത് പ്രകാരം സ്റ്റേറ്റുകൾക്ക് അധികാരം കൊടുത്തു. സ്റ്റേറ്റുകൾക്ക് ഇലക്ട്രിസിറ്റി ബോർഡുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള പെർമിഷൻസ് നൽകി. പക്ഷേ താരിഫ് ഇൻഡിപെൻഡന്റ് ആയിട്ടും പ്രൊഫഷണൽ ആയിട്ടും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് സ്റ്റേറ്റുകളുടെ പെർഫോമൻസ് ഡീഗ്രേഡ് ആയി വന്നു. അതുകൊണ്ട് 1998 നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ആക്ട് കൊണ്ടുവന്നു. ഇതിന്റെ തുടർച്ചയാണ് ഇലക്ട്രിസിറ്റി ആക്ട് 2003. Purpose of the Electricity Act 2003. വൈദ്യുതിയുടെ ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ, വ്യാപാര ഉപയോഗങ്ങളെ പറ്റിയുള്ള നിയമങ്ങൾ ഏകീകരിക്കുക, വൈദ്യുതി മേഖലയുടെ പുരോഗതിക്ക് അനുയോജ്യമായ കാര്യങ്ങൾ ചെയ്യുക, വൈദ്യുതി മേഖലയിലെ മത്സരം പ്രോത്സാഹിപ്പിക്കുക, ഉപഭോക്താവിന്റെ താൽപര്യം സംരക്ഷിക്കുക, ഇലക്ട്രിസിറ്റി താരിഫുകൾ യുക്തിപൂർവം ആക്കുക, റെഗുലേറ്ററി കമ്മീഷനും അപ്പലേറ്റ് ട്രൈബ്യൂണലും സ്ഥാപിക്കുക, എല്ലാ പ്രദേശങ്ങളിലും വൈദ്യുതി വിതരണം ഉറപ്പാക്കുക. ഇതൊക്കെയായിരുന്നു ഇലക്ട്രിസിറ്റി ആക്ടിന്റെ ഉദ്ദേശങ്ങൾ. ഇനി ഇലക്ട്രിസിറ്റി ആക്ട് 2003 പ്രധാന സവിശേഷതകൾ എന്തൊക്കെ? ഒന്ന്, സർക്കാരിന്റെ പങ്ക്. ഗ്രാമീണ വൈദ്യുതീകരണം, ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ഉപഭോക്തൃ സംരക്ഷണം, വ്യാപാര വികസനം, റെഗുലേറ്ററി കമ്മീഷൻസ്, താരിഫ് തത്വങ്ങൾ, CEA എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇലക്ട്രിസിറ്റി സിസ്റ്റത്തിന്റെ പുരോഗതി ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് CEA. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഡൽഹിയിലാണ്. അടുത്തത്, വൈദ്യുതി മോഷണത്തിനെതിരായ നടപടികൾ. സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡുകൾ റീസ്ട്രക്ചർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ പോർഷനിൽ നിങ്ങൾ ചെയ്യേണ്ട ആക്ടിവിറ്റീസ്: ഒന്ന്, ചാർട്ട് പ്രിപ്പറേഷൻ ഓഫ് എനർജി സോഴ്സസ്. എനർജി സോഴ്സിന് പല ടൈപ്പിലുള്ള എനർജി സോഴ്സിനെ പറ്റി ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്യുക. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ജനറേഷൻ തൊട്ട് ഡിസ്ട്രിബ്യൂഷൻ വരെയുള്ള ഒരു ഡയഗ്രാം വരയ്ക്കുക. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റേഷന്റെ ലേ ഔട്ട് വരയ്ക്കുക. നമ്മുടെ അടുത്താണ് സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി അല്ലെങ്കിൽ CEAയുടെ ഗൈഡ് ലൈൻസ്. അതിനകത്ത് നമുക്ക് സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ ഫങ്ഷൻസും ഡ്യൂട്ടീസും എന്തൊക്കെയാണെന്നാണ് പഠിക്കാനുള്ളത്. ആദ്യത്തെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി പ്ലാന്റിന്റെയും ഇലക്ട്രിസിറ്റി ലൈനുകളുടെയും ഗ്രിഡിലേക്കുള്ള കണക്ടിവിറ്റിയുടെ സ്റ്റാൻഡേർഡ്സ് സ്പെസിഫൈ ചെയ്യുക. രണ്ടാമത്തത്, ഇലക്ട്രിക്കൽ പ്ലാന്റും ഇലക്ട്രിക്കൽ ലൈൻസ് എന്നിവ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴുമുള്ള സുരക്ഷാ മുൻകരുതലുകൾ സ്പെസിഫൈ ചെയ്യുക. മൂന്നാമത്തത്, ട്രാൻസ്മിഷൻ ലൈൻസ് ഓപ്പറേറ്റ് ചെയ്യുമ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴും ഉള്ള ഗ്രിഡ് സ്റ്റാൻഡേർഡ്സ് സ്പെസിഫൈ ചെയ്യുക. നാലാമത്തത്, മീറ്റർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴുള്ള കണ്ടീഷൻസ് സ്പെസിഫൈ ചെയ്യുക. അഞ്ചാമത്തത്, ഇലക്ട്രിക് സിസ്റ്റം ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള
വൈദ്യുതിയുടെ ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ എന്നിവയെപ്പറ്റി ഗവൺമെന്റിന് അഡ്വൈസ് നൽകുക എന്നുള്ളതാണ് ഈ CEA ഫങ്ഷൻസ് എന്ന് പറയുന്നത്. IS സ്റ്റാൻഡേർഡ്സ് നമുക്ക് ഇലക്ട്രിക്കൽ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആണ് പഠിക്കാനുള്ളത്. ഉപകരണങ്ങളുടെ സുരക്ഷയും ശരിയായ ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുന്നതിന് BIS എന്ന് പറഞ്ഞാൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് രൂപീകരിച്ച ചില നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ട്. BIS ഇനി പറയുന്ന 5 തത്വങ്ങൾ പിന്തുടരുന്നു. ഒന്നാമത്തെ സുരക്ഷ, രണ്ടാമത്തത് ഉപയോഗക്ഷമതയും പൊരുത്തപ്പെടുത്തലും, 3 ലളിതമായ സാങ്കേതിക വിദ്യ, 4 ഉൽപ്പന്നങ്ങളുടെ മൂല്യം, ലാസ്റ്റിലെ എനർജി എഫിഷ്യൻസി. വിവരാവകാശം, സുതാര്യത, ഉത്തരവാദിത്യം എന്നിവ ശരിയായ രീതിയിൽ പൊതുജനങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി BIS കുറച്ചു കോഡുകൾ പ്രസിദ്ധീകരിച്ചു. അതിൽ ഒന്നാമത്തെയാണ് ഇലക്ട്രിക്കൽ വയറിംഗ് ഇൻസ്റ്റാളേഷനായി പ്രാക്ടീസ് കോഡ് IS 732. എർത്തിങ്ങിനായി ഉപയോഗിക്കുന്ന പ്രാക്ടീസ് കോഡാണ് IS 3043. ലൈറ്റ്നിങ് അറസ്റ്ററിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രാക്ടീസ് കോഡാണ് IS 3070.